പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ആരാധനാ സമയം, ഈ ആരാധനയ സമയം ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങേ ധ്യാനിക്കാൻ, അങ്ങയുടെ വചനങ്ങളെ കുറിച്ചറിയാൻ, അങ്ങയുടെ വചനങ്ങളെ കുറിച്ച് അറിയുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. Hallelujah. 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 Praise the Lord. Praise the Lord. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ പഠനങ്ങളെക്കുറിച്ച്, യേശുവിൻ്റെ പഠന രീതികളെക്കുറിച്ച് ഈ ആരാധനാ സമയം നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. നമ്മെ ഓരോരുത്തരെയും ഒരുപാട് സ്വാധീനിച്ച വലിയ രക്ഷകനാണ് നമ്മുടെ യേശു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രീതികളെയും നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച, തൻ്റെ രക്തവും ജീവനും നൽകി നമ്മളെയൊക്കെ വീണ്ടെടുത്ത ആ വലിയ ഈശോയുടെ മുമ്പിലാണ് നമ്മളായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചനവിചിന്തനത്തിനായി, ആരാധന ധ്യാന നിമിഷങ്ങൾക്കായി അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള ഏതാനും ചിന്തകളാണ്. എന്താണ് ആധികാരികത? ഇംഗ്ലീഷിൽ ആധികാരികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദം അതോറിറ്റി എന്നാണ്. ഈ അതോറിറ്റി എന്നുള്ള പദം നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ മലയാള ഭാഷയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വിവർത്തനങ്ങളുണ്ട് ഈ അതോറിറ്റി എന്ന് പറയുന്ന പദത്തിന്. അതിനൊന്നാമത്തേതായിട്ട് അധികാരമെന്ന് വിവർത്തനം ചെയ്യുന്നവരുണ്ട്, ആധികാരികതയുണ്ട്, മേൽക്കോയ്മയുണ്ട്, അധീശത്വമുണ്ട്, പ്രമാണിത്വമുണ്ട്, മറ്റുള്ളവരുടെ മേൽ ഒരു രാജാവ് അടിച്ചേൽപ്പിക്കുന്ന മുറകളുണ്ട്, നൈപുണ്യമുണ്ട്. അങ്ങനെ ഒരുപാട് തലത്തിൽ, ഒരുപാട് രീതിയിൽ ഈ അതോറിറ്റി എന്ന് പറയുന്ന പദത്തെ വിവർത്തനം ചെയ്യുന്നവരുണ്ട്. നമ്മൾ മലയാളം ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പദങ്ങളൊക്കെ അതിൽ കാണാം. എന്നാൽ എന്തായിരുന്നു ഈശോയുടെ അധികാരത്തിൻ്റെ പ്രത്യേകത? ഞാൻ പറയും, അതോറിറ്റി എന്നുള്ള പദം ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പുതിയ സങ്കല്പങ്ങളിലേക്ക്, പുതിയ തലങ്ങളിലേക്ക്, പുതിയ മാനങ്ങളിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുപോവുകയാണ്.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമ്മൾ മലയിലെ പ്രസംഗം കാണുന്നത്. അങ്ങനെ മലയിലെ പ്രസംഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്തുമാത്രം മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈശോ മലയിലെ പ്രസംഗത്തിന് ശേഷം 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ ഈശോയുടെ തൻ്റെ ശിഷ്യഗണത്തോടുള്ള, ജനക്കൂട്ടത്തോടുള്ള അനുകമ്പത്തോടി തോന്നിയിട്ടുള്ള സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനത്തിന് ശേഷം മനോഹരമായി തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു പിടി കാര്യങ്ങൾ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്ന് പറയുന്നുണ്ട്, ധർമ്മദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് 7-ാം അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ 21 മുതലുള്ള തിരുവചനങ്ങളിൽ അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്നാണ്. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, നമ്മളൊക്കെ യഥാർത്ഥ ശിഷ്യന്മാരാണ്. പക്ഷേ ഈശോ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ പറയുന്നുണ്ട്, വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ ശിഷ്യൻ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അന്നേ ദിവസം നിങ്ങൾ ചിലർ ചോദിക്കും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ. എന്നാൽ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അങ്ങനെ ശിഷ്യത്വത്തെക്കുറിച്ച്, എങ്ങനെയാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ആയിരിക്കേണ്ടത്, അതിൻ്റെ മനോഭാവങ്ങളെക്കുറിച്ച് ഈശോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, നല്ല അടിത്തറമേൽ പണിത, പാറമേൽ പണിത ഭവനം പോലെ എല്ലാ മുൻകരുതലും എടുക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അങ്ങനെ 5 മുതൽ 7-ാം അധ്യായം വരെയുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഈശോയുടെ അഗാധമായ പഠനത്തെ മനസ്സിലാക്കുന്ന ജനാവലി അവസാനം ഈശോയുടെ പ്രബോധനത്തിൽ വിസ്മയഭരിതരായി എന്നാണ് പറയുന്നത്. 7-ാം അധ്യായം അവസാനം ഈശോയുടെ പഠനത്തിൽ ആ ജനക്കൂട്ടം അത്ഭുതപ്പെട്ടുകൊണ്ട് അവർ പറയുന്നുണ്ട്, തങ്ങളുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് ഈശോ പഠിപ്പിച്ചത് എന്ന്. ഞാൻ പറയും, ജനക്കൂട്ടത്തെ, ജനാവലിയെ, തങ്ങളുടെ ശത്രുക്കളെ പോലും അത്ഭുതപ്പെടുത്തിയവനാണ് ഈശോ. യഹൂദ പാരമ്പര്യമനുസരിച്ച് എത്രയോ ഗുരുക്കന്മാർ, എത്രയോ പ്രവാചകന്മാർ, എത്രയോ വ്യക്തികളെ അവർ ശ്രവിച്ചിരിക്കണം അവരുടെ ദേവാലയത്തിലും മറ്റു പല സ്ഥലങ്ങളിലുമായി. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഗുണം ഈശോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവന് പഠിപ്പിച്ചത് എന്ന്. ഞാൻ പറയും, ജനാവലിയെ വിസ്മയിപ്പിച്ചവനാണ് നമ്മുടെ രക്ഷകൻ. ജനാവലിയെ തൻ്റെ ശൈലി വഴി, തൻ്റെ ജീവിതം വഴി, തൻ്റെ പ്രവൃത്തി വഴി, തൻ്റെ പ്രവർത്തന രീതി വഴി അത്ഭുതപ്പെടുത്തിയവനാണ് നമ്മുടെ രക്ഷകൻ. ആ ഈശോയാണ് ഈ ആരാധനാ സമയം നമ്മോട് കൂടെ ആയിരിക്കുന്നത്. ഇനി ജനാവലിയെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? ഈ ആരാധനാ സമയം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും ഒരു 2-ാം ഭാഗം വേണം. എനിക്ക് 42 വയസ്സാണ്. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, ഞാൻ ഈ 42 വയസ്സ് വരെ ജീവിച്ചതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. ഞാൻ ഉണരേണ്ടിയിരിക്കുന്നു പുതിയ ബോധ്യങ്ങളിലേക്ക്. കർത്താവിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ കർത്താവിൻ്റെ ആധികാരികത മനസ്സിലാക്കിക്കൊണ്ട്, ലോകത്തിൽ ശത്രുക്കളെ പോലും സ്നേഹിച്ച കർത്താവിൻ്റെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി പുതിയൊരു ജീവിത ശൈലിയിലേക്ക് മാറ്റി നടേണ്ടിയിരിക്കുന്നു. ഞാൻ പറയും, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥ ശിഷ്യനെ കുറിച്ച്. അവിടെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്കൻ, നമ്മളൊക്കെ ആരായിത്തീരണം, എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം, നമ്മുടെ സാക്ഷി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് മനോഹരമായി ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്നൊന്ന് ഇരുന്ന് അവലോകനം ചെയ്തേ. ഇന്ന് നല്ല മനുഷ്യരുണ്ടോ? സുഹൃത മരങ്ങളുണ്ടോ? ഞാൻ 1-2 ജീവിതാനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പാർട്ട് 2 എന്ന് പറയാം, ഇതിൻ്റെ 2-ാം ഭാഗം. ഈ ദിവസങ്ങളിലൊക്കെ നവമാധ്യമങ്ങളിൽ തരംഗമായ ഒരു വ്യക്തിയുണ്ട്, സ്മിജ. ആരാണ് ഈ സ്മിജ? സ്മിജയെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അറിയുകയില്ല. പക്ഷേ ഒരു ദിവസം പത്രത്തിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ സ്മിജയെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ആരാണ് ഈ സ്മിജ?
സ്മിജ എന്ന് പറയുന്നത് രാജഗിരി ഹോസ്പിറ്റലിനടുത്ത് ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബിനിയാണ്, ഒരു അമ്മ. ഭർത്താവ് രാജേഷ്, 2 മക്കളുണ്ട്. 2 മക്കളെക്കുറിച്ചും അറിയാൻ സാധിച്ചത് ചില ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട്, ക്യാൻസർ ബാധയാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പത്രങ്ങളിൽ. എന്താണ് സ്മിജ ചെയ്തത്? ഈ സ്മിജയുടെ അനുഭവം കേട്ട് കുറേ പേര് എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഞാനാണെങ്കിൽ സ്മിജയെ പോലെ പെരുമാറുകയില്ല. സ്മിജ ലോട്ടറി വിൽപ്പനക്കാരിയാണ്. അങ്ങനെ ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 10-12 ടിക്കറ്റ് ബാക്കി വന്നു. ഈ ബാക്കി വന്ന ടിക്കറ്റ് ചിലപ്പോഴെങ്കിലും ഫോണിൽ വിളിച്ച് ഏതെങ്കിലും വ്യക്തിയെ റിസർവ് ചെയ്യുന്ന രീതിയുണ്ട് സ്മിജയ്ക്ക്. അതിന് ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്മിജ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കി വന്ന ടിക്കറ്റ് ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഫോൺ വിളിച്ച് അങ്ങനെ ബുക്ക് ചെയ്ത് കൊടുത്തു. ടിക്കറ്റ് സ്മിജയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നീട് അതിൻ്റെ നറുക്കെടുപ്പ് വന്നപ്പോഴാണ് അറിഞ്ഞത് സ്മിജ റിസർവ് ചെയ്തു വച്ചിരിക്കുന്ന ടിക്കറ്റിനാണ് 6 കോടിയുടെ 1ാം സമ്മാനം. സ്മിജ വാർത്ത അറിഞ്ഞതും തൻ്റെ ഭർത്താവായ രാജേഷിനോട് പറഞ്ഞ് പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, ഈ ചന്ദ്രൻ്റെ അടുത്തത്തെ ടിക്കറ്റ് കൈമാറുകയാണ്. സ്മിജയ്ക്ക് ആ ടിക്കറ്റ് സ്വന്തമാക്കാമായിരുന്നു. കൊടുക്കാതെ 6 കോടിയോ എന്തെങ്കിലും വഞ്ചന ചെയ്തുകൊണ്ട് അതിൻ്റെ നല്ലൊരു ശതമാനം ടാക്സ് അടച്ച് സ്വന്തമാക്കാമായിരുന്നു. പക്ഷേ സ്മിജ അതിന് തുനിഞ്ഞില്ല. അങ്ങനെ നിരവധി ഇൻ്റർവ്യൂകളിൽ സ്മിജയെ കാണുമ്പോൾ സ്മിജ പറയുകയാണ്, എനിക്കെന്തിനാണ് അധിക സ്വത്ത്, ദൈവം സഹായിച്ച് എനിക്കൊരു നല്ല കുടുംബമുണ്ട്, എൻ്റെ ഭർത്താവിനെ നോക്കുന്നു, 2 മക്കളുണ്ട്, തരക്കേടില്ലാത്ത വീടുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അധ്വാനിച്ചാണെങ്കിലും ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, തരക്കേടില്ലാത്ത വരുമാനമുണ്ട്. എന്തിനാണ്? വിവിധ ചാനലുകളിൽ നിന്ന്, യൂട്യൂബ് ചാനലുകളിൽ നിന്ന്, വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് സ്മിജയുടെ അടുത്തേക്ക് വന്ന വ്യക്തികളോട് സ്മിജ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇതൊന്നും വലിയ കാര്യമല്ല കേട്ടോ, ഞാൻ വലിയ സംഭവമാണെന്നും നിങ്ങൾ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് അത്രയും വലിയ കാര്യമാണെന്നും ഇതൊരു വലിയ ഉദാത്തമായ കാര്യമാണെന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ എൻ്റെ കടമ ചെയ്തു എന്നേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ചെറിയ ദാനങ്ങൾക്ക് പോലും വലിയ അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, അവരുടെ മുമ്പിലൊക്കെ വലിയൊരു കാര്യം ചെയ്ത് ഒന്നും അറിയാതെ ജീവിക്കുന്ന സ്മിജ വലിയ സാക്ഷി ജീവിതമാണ് നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കുന്നത്. അച്ഛൻ ആരാധനയുടെ ആരംഭത്തിൽ പറഞ്ഞു, കർത്താവിൻ്റെ ആധികാരികത, കർത്താവിൻ്റെ ജീവിതശൈലി മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. സ്മിജ ഒരു ഉദാഹരണം മാത്രമാണ്, മറ്റുള്ളവരെ വിസ്മയിപ്പിച്ച ഒരു ഉദാഹരണം. ഈ ആരാധന സമയത്ത് നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ നമ്മളൊന്നും സാധാരണ ജീവിതം ജീവിച്ചാൽ പോരെന്നേ. നമ്മുടെ ശത്രുക്കളെപ്പോലും നമ്മുടെ എതിരാളികളെപ്പോലും വിസ്മയിപ്പിക്കുന്ന ജീവിതം എനിക്കും നിനക്കും നടത്താൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതം വഴി നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. അതാണ് കർത്താവിൽ നിന്ന് പഠിക്കുന്ന പുണ്യം. അതാണ് യഥാർത്ഥ ആധികാരികത. അച്ഛൻ 2ാമത് ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ദിനപത്രങ്ങളിലും നവമാധ്യമങ്ങളിലും വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് സിസ്റ്റർ തെരേസ വെട്ടത്ത്. ഈ സിസ്റ്റർ തെരേസ ആരാണ്? കൊട്ടിയൂർ സ്വദേശിനി, ഒരു മലയാളി, നമുക്കൊക്കെ പ്രിയങ്കരിയായ ഒരു സിസ്റ്റർ. ഇറ്റലിയിൽ പോയി വർഷങ്ങളായി സേവനം ചെയ്യുന്നു. അങ്ങനെ സേവനം ചെയ്യുന്ന ഈ സിസ്റ്റർ ഒരുപാട് കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ചതിൻ്റെ വെളിച്ചത്തിൽ, ഒരുപാട് കോവിഡ് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ വെളിച്ചത്തിൽ ഇറ്റാലിയൻ ഗവൺമെൻറ് തന്നെ സിസ്റ്റർ തെരേസയുടെ പേര് ഒരു സ്ട്രീറ്റിനിട്ടിരിക്കുകയാണ്. ഒരു റോഡ് അറിയാൻ പോകുന്നതിന് സിസ്റ്റർ തെരേസയുടെ പേരില്ല. അഭിമാനം തോന്നി പ്രിയമുള്ളവരെ. നമ്മുടെ മലയാളക്കരയിലെ ഒരു സന്യാസിനി മറ്റു വിദേശത്ത് പോയി സേവനം ചെയ്ത് തൻ്റെ പേരിൽ ഒരു റോഡ് സ്വന്തമാക്കിയ വ്യക്തി. മറ്റുള്ളവരെ വിസ്മയിപ്പിക്കണം നിന്റെ സാക്ഷി ജീവിതം. 3ാമത് ഒരു അനുഭവം കൂടി പറഞ്ഞ് അച്ഛൻ ആരാധനയുടെ അവസാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എനിക്കറിയാം, എൻ്റെ ബാച്ചിലെ ഒരു അച്ഛൻ, ഞാനൊരു CMI വൈദികനാണ്. എൻ്റെ ബാച്ചിലെ ഒരു അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛ ചരമപ്രസംഗം അച്ഛൻ പറയണം, എൻ്റെ അമ്മയെ കുറേ അറിയുന്നതല്ലേ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു. അന്നേ ദിവസം വൈകിട്ട് ശവസംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് തലേ ദിവസം ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഏറ്റവും വികാരപരമായിട്ടുള്ള, ഏറ്റവും സന്തോഷിപ്പിക്കുന്ന, ഏറ്റവും മധുരിക്കുന്ന ഓർമ്മ എന്താണ്? അച്ഛൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ 4ാമത്തെ മകനാണ്.
ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും 4 മക്കളാണ്. 2 ആൺകുട്ടികളും എനിക്ക് തൊട്ടുമൂത്ത് ഒരു പെങ്ങളും. ചേച്ചി ജനിച്ച് 9 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു ശിശുവായി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ മുമ്പിലുള്ള ചേച്ചി 9 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയോട് പലരും പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കൊച്ചിന് നിങ്ങൾ ജന്മം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം. എൻ്റെ അപ്പൻ പോലും അമ്മയോട് പറഞ്ഞു, മോളെ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാമെന്ന്. എൻ്റെ അമ്മ കേട്ടില്ല. എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ, ഭ്രൂണഹത്യ ചെയ്യാൻ പാടില്ലല്ലോ, നമുക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന്. എൻ്റെ അമ്മ എനിക്ക് വെച്ച് നീട്ടിയ ജീവിതമാണ് എൻ്റെ ഈ ജന്മം. 9 വർഷത്തിന് ശേഷം ഒരു ഭ്രൂണഹത്യയിലൂടെ ഒഴിവാക്കാമായിരുന്ന എന്നെ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ സഹനത്തിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ, എനിക്ക് ജീവൻ നൽകിയതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വൈദിക സന്യസ്ത ജീവിതം. മറ്റുള്ളവരെ വിസ്മയിപ്പിക്കണം നമ്മുടെ ജീവിതം. പ്രിയമുള്ളവരെ, ആരാധനയുടെ ധ്യാന വിചാരങ്ങൾ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ 2-3 കാര്യങ്ങളെ പറഞ്ഞത്. കർത്താവിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു കർത്താവിൻ്റെ ആധികാരികത. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു കർത്താവിൻ്റെ ആധികാരികത. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7 മുതലുള്ള കർത്താവിൻ്റെ പഠനങ്ങളിലൂടെ പോയി ശിഷ്യന്മാരും അതുപോലെ തന്നെ വലിയ ജനാവലിയും ഈശോയുടെ പ്രബോധനങ്ങളിൽ അത്ഭുതപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അവസാനം അതിൻ്റെ 2-ാം ഭാഗമായി അച്ഛൻ പറഞ്ഞു വെച്ചത്, നമ്മൾ ഓരോരുത്തരും, ഞാനടങ്ങുന്ന ഈ സമൂഹം, ഞാനും നീയും മറ്റുള്ളവർ വിസ്മയിപ്പിക്കുന്ന ജീവിതം നയിക്കണം എന്നുള്ളതാണ്. നമുക്കതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല അപ്പനായിക്കൊണ്ട്, നല്ല അമ്മയായിക്കൊണ്ട്, നല്ല മക്കളായിക്കൊണ്ട്, ക്രിസ്തീയ വിശ്വാസ പരിശീലനത്തിൽ അനുദിനം വളരുന്ന, കൂദാശകളൊക്കെ അതിൻ്റെ ചൈതന്യത്തോടു കൂടി ഉൾക്കൊള്ളുന്ന നല്ല മക്കളായി തീരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാം. സർവശക്തനായ ദൈവം തന്നെ ശൂന്യവൽക്കരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദിവ്യകാരുണ്യ രൂപത്തിൽ ഒരു ബലഹീനനായ വൈദികൻ്റെ കരങ്ങളിലൂടെ നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വരുന്നത്. ഈ കർത്താവിൻ്റെ ശക്തി മനസ്സിലാക്കാൻ, കർത്താവിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അല്പസമയം മൗനമായി നമുക്ക് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. വലത് കരമുയർത്തി. കാരുണ്യവാനായ ഈശോയെ, കാരുണ്യവാനായ ഈശോയെ, കാരുണ്യവാനായ ഈശോയെ, കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവിധ കൂദാശകളിലൂടെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ജീവിതം നയിക്കാൻ, നല്ല അപ്പനായി തീരാൻ, നല്ല അമ്മയായി തീരാൻ, നല്ല മക്കളായി തീരാൻ, നല്ല യുവജനങ്ങളായി തീരാൻ, സാക്ഷി ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന ആധികാരികതയുടെ ഉടമകളായി തീരാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകമുള്ളവരാക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈശോയുടെ അതിദാരുണമാ, ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് പ്രതിസന്ധിയെ, രോഗാവസ്ഥകളെ, നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ എല്ലാം പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ദൈവം നമുക്ക് നൽകിയ ആധികാരികത നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി യാചിച്ചുകൊണ്ട്, വീണുപോയ തെറ്റിപ്പോയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ഈശോയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നമുക്കെല്ലാവർക്കും സമാപന ഗാനത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.